എ വെരി ഗുഡ് മോർണിംഗ് ടു ഓൺ ആൻഡ് ഓൾ. മീ മെസൽ സഫത്ത്. നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ നോക്കുന്നത് നമ്മുടെ മെട്രിക്സിൻ്റെ അഡീഷനെ പറ്റിയാണ്. എങ്ങനെ നമ്മുടെ രണ്ട് മെട്രിക്സിനെ സമ്മ് നമുക്ക് കണ്ടുപിടിക്കാം, രണ്ട് മെട്രിക്സിൻ്റെ എലമെൻറ്റുകളുടെ സമ്മ് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ അറേസിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അറേ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു സീക്വൻസ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് അറേ എന്ന് പറയുന്നത്. അറേ തന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. സിംഗിൾ ഡയമെൻഷണൽ അറേ ആസ് വെൽ ആസ് മൾട്ടി ഡയമെൻഷണൽ അറേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ മെട്രിക്സിൻ്റെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ ഡീൽ ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷണൽ അറേ വെച്ചിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെയാണ് മെട്രിക്സിൻ്റെ ഒരു സമ്മ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ഒരു പ്രോഗ്രാം നമ്മൾ കോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് നോക്കാം, റൺ നോക്കാം. അതിൻ്റെ ലോജിക് കൂടെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ദിസ് ഈസ് അവർ പ്രോഗ്രാം. അതായത് നമ്മൾ സി പ്രോഗ്രാം കോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ ഒരു ലോജിക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ലൈബ്രറി ഫംഗ്ഷൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, std.h. അതിനുശേഷം നമ്മൾ ഇൻറ്റു മെയിനിലേക്ക് വരുന്നു. ഇവിടെ നമ്മുടെ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മെട്രിക്സിൻ്റെ സം ഓഫ് എലമെൻറ്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് രണ്ട് മൾട്ടി ഡയമെൻഷണൽ അറേസ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്തിരിക്കണം. അതിനുശേഷം അവരുടെ സമ്മ്, വാട്ട് ഈസ് ദ സം ഓഫ് ദ മെട്രിക്സ്. സേ ഫോർ എക്സാമ്പിൾ നമുക്ക് രണ്ട് മെട്രിക്സസ്, ലെറ്റ് ഇറ്റ് ബി മെട്രിക്സ് എ ആൻഡ് ആസ് വെൽ ആസ് മെട്രിക്സ് ബി. അങ്ങനെയാണെങ്കിൽ അതിന് രണ്ടിനെയും കൂടെ സമ്മ് നമുക്ക് സമ്മ് എന്ന് പറയുന്നത് വേറൊരു മെട്രിക്സിലായിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 മൾട്ടി ഡയമെൻഷണൽ അറേസ് വേണം. ഇപ്പോൾ നമ്മളിവിടെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട് എ ഓഫ് 100 ഈ 100 കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ റോസ് ആൻഡ് കോളംസ് ആണ് മെട്രിക്സിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറയുന്നത്. ഐ എന്ന് പറയുന്ന വാല്യൂ റോസിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ജെ എന്ന് പറയുന്ന വാല്യൂ കോളത്തിനെ ആയിരിക്കും. അപ്പം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു മൾട്ടി ഡയമെൻഷണൽ അറേ എ ഓഫ് 100 എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്. അതിൻ്റെ റോഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 100, കോളം 100. അതുപോലെ ബി, അതുപോലെ തന്നെ സമ്മിന് വേണ്ടി വേറെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് വേരിയബിൾസിനെ ഇനിഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര റോസ് നമുക്ക് വേണം, യൂസറിനോട് നമ്മൾ ചോദിക്കുകയാണ് എത്ര റോസ് ആണ് എനിക്ക് വേണ്ടത്. ഞാനിപ്പോൾ ലിമിറ്റ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബിറ്റ്വീൻ 1 to 100. കാരണം ഞാൻ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ടോട്ടൽ മാക്സിമം വി ക്യാൻ ഹാവ് 100 റോസ് എന്ന് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്പർ ഓഫ് റോസിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർസെൻറ്റേജ് ആർ എന്നുള്ള രീതിയിൽ, ആമ്പർസെൻറ്റ് ആർ എന്നുള്ള രീതിയിൽ സ്കാൻ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് വാല്യൂ. അതുപോലെ തന്നെ കോളത്തിനെയും കൂടെ യൂസറിൽ നിന്ന് ഗെറ്റ് ചെയ്തു. സ്കാൻ ഓഫ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എത്ര കോളം എന്ന് നമ്മൾ ഇനിഷ്യലൈസ് ഗെറ്റ് ചെയ്തെടുത്തു. അവിടെ നമ്മൾ പറയുന്നുണ്ട് അതിൻ്റെ ലിമിറ്റ് ബിറ്റ്വീൻ 1 to 100 ആണ് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എലമെൻറ്റുകൾ ഇനി ഇൻസേർട്ട് ചെയ്യാണ്. നമ്മളപ്പം കഴിഞ്ഞ ദിവസം വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ വാച്ച് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ അറയിലേക്ക് എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ലോജിക്ക് പറഞ്ഞിരുന്നു. നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർ ലൂപ്പ് ആണ് എന്ന് പറഞ്ഞു. ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ എത്രയാണോ നമ്മുടെ ഹയർ ലിമിറ്റ് അതിൽ നിന്നും ലെസ് ദാൻ ആയിട്ടുള്ള വാല്യൂസിന് മാത്രമേ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് പോകത്തുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് റോസിനെ 6 എന്നുള്ള രീതിയിലാണ്. അപ്പം മാക്സിമം നമ്പർ ഓഫ് റോസ് 6 എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിഷ്യൽ വാല്യൂ ഐ എന്ന് കൊടുത്തു. അതിനുശേഷം ഐയുടെ വാല്യൂ റോയെക്കാട്ടിലും ലെസ് ആണെന്ന് നോക്കിയിട്ട് ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവുകയാണ്. അതിനുശേഷം രണ്ടാമത്തെ വാല്യൂ ജെയുടെ വാല്യൂ നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ വാല്യൂ, അതായത് നമ്മൾ എ ഓഫ് 1 1 1 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ മെട്രിക്സിൻ്റെ അകത്ത് എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഓരോ വാല്യൂവിനെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാല്യൂസിനെ നമ്മളെ കറസ്പോണ്ടിങ് ലൊക്കേഷനിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എലമെൻറ്റുകൾ ഇൻക്രിമെൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ട് അവസാനം എ ഓഫ് ഐ ജെ എന്നുള്ള രീതിയിൽ ഓരോ വാല്യൂസിനും ഓരോ ലൊക്കേഷനിലേക്ക് നമ്മൾ ഐയുടെയും ജെയുടെയും വാല്യൂസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് യൂസർ എൻ്റർ ചെയ്യുന്നതനുസരിച്ച്. അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ എലമെൻറ്റിൽ ഈ മെട്രിക്സിൽ ഈ സെയിം ലോജിക് തന്നെ നമ്മൾ യൂസ് ചെയ്യുവാണ്. അവിടെ നമ്മൾ എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ആ ഇൻസേർട്ട് ചെയ്ത എലമെൻറ്റുകളെ നമ്മൾ ബി ഓഫ് ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വേറൊരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഐയുടെ വാല്യൂ ലെസ് ദാൻ 6 ഇൻക്രിമെൻറ്റ് ചെയ്തു. ജെയുടെ വാല്യൂടെ നോക്കി. അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് പറഞ്ഞാൽ സം ഓഫ് ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മെട്രിക്സിലോട്ട് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിലെയും അതുപോലെ തന്നെ ബി എന്ന് പറയുന്ന മെട്രിക്സിലെയും വാല്യൂസിനെ നമ്മൾ ആഡ് ചെയ്യുവാണ്. അതിൻ്റെ സമ്മായിരിക്കും നമ്മൾ സം ഓഫ് ഐ ജെ എന്ന് പറയുന്ന മെട്രിക്സിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് എങ്ങനെയാണ് അഡീഷൻ്റെ ഒരു ലോജിക്ക് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മൾ മെട്രിക്സ് അഡീഷൻ നടത്തുന്നത്. അതായത് നമുക്ക് രണ്ട് മെട്രിക്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കേസിലാണെങ്കിൽ നമ്മുടെ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ ഓഫ് ഐ ജെ, എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്. അതുപോലെ തന്നെ ബി എന്ന് പറഞ്ഞ് വേറൊരു മെട്രിക്സ് ഉണ്ട്.
ഇപ്പോൾ ഇത് രണ്ടുമായിരിക്കും നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എയിലെ എലമെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നത് 1 2 3 4 എന്ന് പറയുന്ന ഓരോ എലമെൻറ്റുകൾ, അതായത് എ ഓഫ് 1 1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് 1 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ഇൻസേർട്ട് ചെയ്തു. അതിനുശേഷം 0 1 0 2 2 1 2 2 ഓരോ എലമെൻറ്റുകൾ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇതായിരിക്കും കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ എടുത്ത് ബിയുടെ വാല്യൂസിനെ ഞാൻ എൻ്റർ ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ബിയുടെ ഓരോ ലൊക്കേഷനിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ലോജിക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് സെയിം ലൊക്കേഷനിലുള്ള വാല്യൂസിനെ ആയിരിക്കും. അതായത് ഇപ്പം എ ഓഫ് 0 1 ഇത് 0 എന്നുള്ള ലൊക്കേഷനിൽ എ ഓഫ് 0 0 എന്നുള്ള ലൊക്കേഷനിലുള്ള എയുടെ വാല്യൂവിനെ ബി ഓഫ് 0 0 എന്ന് പറയുന്ന ലൊക്കേഷനിലെ വാല്യൂയും കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് റോയിലും കോളത്തിലുള്ള വാല്യൂസിനെ ഞാൻ ആഡ് ചെയ്യുവാണ്. ഇപ്പോൾ 1 + 5 എന്നുള്ളതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ സെക്കൻഡ് ലൊക്കേഷനിലുള്ള ഫസ്റ്റ് മെട്രിക്സിൻ്റെ സെക്കൻഡ് ലൊക്കേഷനുള്ള വാല്യൂയും സെക്കൻഡ് മെട്രിക്സിൻ്റെ സെക്കൻഡ് ലൊക്കേഷനുള്ള വാല്യൂയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ 2 + 6 അതിൻ്റെ വാല്യൂയും കൂടെ എടുത്തു. അതിനുശേഷം നമ്മൾ എന്തെടുത്തു, ആദ്യത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ റോയിലുള്ള വാല്യൂവിനെയും നമ്മുടെ ബി എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ സെക്കൻഡ് റോയിലുള്ള വാല്യൂവിനെ 3 + 9 എന്നുള്ള വാല്യൂ എടുത്തു. അതിനുശേഷം 4 + 11 എന്നുള്ള വാല്യൂയും കൂടെ എടുത്തു. അപ്പോൾ ഇതിൻ്റെ സമ്മിനെ ആയിരിക്കും നമ്മൾ സം ഓഫ് ij എന്ന് പറയുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സ്, ഇത് ബി എന്ന് പറഞ്ഞ മെട്രിക്സ്, ഇതിന് രണ്ടിനെയും കൂടെ സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യത്തെ രണ്ട് ഫസ്റ്റ് എലമെൻറ്റുകൾ നമ്മൾ ആഡ് ചെയ്യുക. 1 + 5 എന്നുള്ളതായിരിക്കും ഫസ്റ്റ് വാല്യൂ വരുന്നത്, 6 കിട്ടി. അതിനുശേഷം സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് 2 + 6 8 കിട്ടി, 3 + 9 12 കിട്ടി, 4 + 11 15 കിട്ടി. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതായത് നമുക്ക് രണ്ടും മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്നത് അതായിരിക്കും നമ്മൾ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. അത് ഈക്വൽ ആയിരിക്കണം. ഇപ്പോൾ 2/2 അല്ലെ 3/3 ഒരു മെട്രിക്സിന് 2 റോയും 2 കോളവും, അടുത്ത മെട്രിക്സിന് 3 റോയും 2 കോളവും ആണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓർഡർ എപ്പോഴും മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. സെയിം ഓർഡറിലുള്ള മെട്രിക്സിനെ മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് നമ്പർ വന്നെങ്കിൽ നോർമൽ ഓപ്പറേഷൻ തന്നെയാണ്. ഇപ്പോൾ 1 ഇത് -5 ആണെങ്കിൽ 1 - 5 എന്നുള്ള അരി ഒരു 1 + -5 എന്നുള്ള വാല്യൂ വരെ എടുക്കുന്നത്. നോർമൽ അഡീഷൻ തന്നെയാണ് നടക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ള ലോജിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസറിനോട് ആദ്യമേ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസിനെ നമ്മൾ ഗെറ്റ് ചെയ്തെടുക്കുന്നു. എത്ര നമ്പർ ഓഫ് റോസും കോളംസും വേണം നമ്മൾ യൂസറിനോട് ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് യൂസറിനോട് എലമെൻറ്റുകൾ ആഡ് ചെയ്യാൻ പറയുന്നു. ആ മെട്രിക്സിലേക്ക് സെയിം ഓർഡർ ആയിരിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കണം. ഒരിക്കൽ യൂസർ എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറസ്പോണ്ടിങ് എലമെൻറ്റുകളെ രണ്ട് മെട്രിക്സിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ വേറൊരു മെട്രിക്സിലേക്ക്, വേറൊരു 2 ഡയമെൻഷണൽ അറയിലേക്ക് നമ്മൾ സേവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫൈനലി നമ്മൾ ആ റിസൾട്ട് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ എലമെൻറ്റുകളെ ഇതുപോലെ നോക്കിക്കഴിഞ്ഞാൽ സം ഓഫ് ij എന്ന് പറയുന്നത് രണ്ട് മെട്രിക്സിൻ്റെ അഡീഷനാണ്. അതിൻ്റെ വാല്യൂവിനെ ഞാൻ സം ഓഫ് ij എന്ന് പറഞ്ഞ മെട്രിക്സിലേക്ക് എൻ്റർ ചെയ്ത് വെച്ചു. അതിനുശേഷം എൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഇനി ഇത് പ്രിൻറ്റ് ചെയ്യണം, റിസൾട്ടിനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മെട്രിക്സിൻ്റെ എന്തെങ്കിലും അറയ്ക്കാത്ത എന്തെങ്കിലും എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യണമല്ലോ ഡിസ്പ്ലേ ചെയ്യണമല്ലോ ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഒരു ഫോർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ആവശ്യകതയുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ഫോർ ലൂപ്പ് എഴുതുവാണ് ഈ മെട്രിക്സിൻ്റെ സമ്മിനെ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നു i6. അതിനുശേഷം സം ഓഫ് ij എന്ന് പറയുന്ന മെട്രിക്സിനെ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. എന്നിട്ട് ഞാൻ ആ ഒരു വാല്യൂ കൊണ്ട് ഞാൻ പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ ഈ j = c-1 എന്നൊരു ഇതൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈക്വൽ എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ എലമെൻറ്റുകൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യകത വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം ഈ ഒരു പ്രോഗ്രാമിനെ. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊരു എൻലാർജ് ചെയ്ത് നോക്കാം. കണക്ഷൻ ടു ദ സെർവർ. ഈ ഓൺലൈൻ കമ്പൈലർ യൂസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് അവരുടെ സെർവറിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കമ്പൈൽ ചെയ്ത് കിട്ടിയില്ലെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ റീകമ്പൈൽ ചെയ്യുക. ചില സമയത്ത് സെർവർ ഡൗൺ ആകുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂസ് വരുന്നത്. അല്ലെ നിങ്ങൾ ലോക്കലിൽ ഓൺലൈൻ ലോക്കൽ ഹോസ്റ്റിൽ കമ്പൈലർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരുന്നതല്ല. ഓക്കെ ഓക്കെ, അപ്പം നമ്മുടെ ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഔട്ട്പുട്ട് സക്സസ്ഫുള്ളി കോഡായിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്പർ ഓഫ് റോസ് നമ്മളോട് ചോദിക്കുകയാണ്. നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്താണ് 1 to 100 ഇടയ്ക്കുള്ള ഒരു നമ്പർ ഓഫ് റോസിനെ ഞാൻ പറയുവാണ്. ഞാൻ 2 എന്ന് കൊടുത്തു. അതായത് 2 റോസ് ആണ് എനിക്ക് വേണ്ടത്. കോളത്തിന് ഞാൻ ഇതുപോലെ തന്നെ ഒരു ലിമിറ്റ് കൊടുത്തു, 2 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഫസ്റ്റ് മാട്രിക്സിലോട്ട് ഞാൻ എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യണം. a of 1 1, അതായത് ഫസ്റ്റ് എലമെൻറ്റിനെ ഞാൻ ഇൻസേർട്ട് ചെയ്യുവാണ്. സേ ഫോർ എക്സാമ്പിൾ ഐ എം ഗോയിങ് ടു ഇൻസേർട്ട് 5. ഓക്കെ, രണ്ടാമത്തെ എലമെൻറ്റ് ഞാൻ 4 ആയിട്ട് ഇൻസേർട്ട് ചെയ്തു. ഓക്കെ, ഇനിയും
ആദ്യത്തെ മെട്രിക്സിൻ്റെ രണ്ടാമത്തെ റോയുടെ വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യണം. ഞാനൊരു മൈനസ് വാല്യൂ കൂടെ കൊടുക്കുകയാണ്. -4 കൊടുത്തു. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്തത്, അടുത്തൊരു വാല്യൂ 4 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പം നമ്മുടെ ഫസ്റ്റ് അറയിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ആയിട്ടുണ്ട്. 1 1 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് 5, സെക്കൻഡ് റോ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എന്ന് പറയുന്ന 4 ആയിട്ട് കൊടുത്തു. ഇത് -4 4. പിന്നെ ഫസ്റ്റ് മെട്രിക്സ് ഫുള്ളി എൻ്റർ ആയിട്ടുണ്ട്. രണ്ടാമത്തെ മെട്രിക്സ് ഞാൻ കൊടുക്കുകയാണ്. സെയിം വാല്യൂ തന്നെ കൊടുക്കാം 5. ഇപ്പം ഞാൻ ഇവിടെ ഒരു 4 എന്നൊരു വാല്യൂ കൊടുത്തു. അതിനുശേഷം രണ്ടാമത്തെ എലമെൻറ്റിനെ ഞാനൊരു 4 ആയിട്ട് തന്നെ കൊടുത്തു. ഓക്കെ, രണ്ടാമത്തെ റോയുടെ വാല്യൂവിനെ ഞാൻ 4 ആയിട്ട് തന്നെ കൊടുത്തു. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സം ഓഫ് ദ ടു മെട്രിക്സസ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ A(1)1 ഈ ആദ്യത്തെ മെട്രിക്സിന് A(1)1 വാല്യൂയും രണ്ടാമത്തെ മെട്രിക്സിന് A(1)1 വാല്യൂ കൂടെ ആഡ് ചെയ്തു. 5 + 5 എന്ന് പറയുമ്പോൾ 10 എനിക്ക് കിട്ടി. അതിനുശേഷം A(1)2ൻ്റെ വാല്യൂ നമ്മൾ നോക്കി, 4 + 4 8 കിട്ടി. A(2)1ൻ്റെ വാല്യൂ -4 ആണ്. ഇവിടെ ഞാൻ +4 കൊടുത്തു. അപ്പോൾ -4 + 4 എന്ന് പറയുമ്പോൾ 0 കിട്ടി. A(2)2ൻ്റെ വാല്യൂ 4, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ 2ൻ്റെ വാല്യൂ 4. അപ്പോൾ 4 + 4 8ഉം കിട്ടി. അപ്പോൾ നമ്മൾ നെഗറ്റീവ് വാല്യൂ കൊടുത്താൽ നോർമൽ ഓപ്പറേഷൻ തന്നെയാണ് പെർഫോം ചെയ്യുന്നത്. ഒറ്റ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ മെട്രിക്സിൻ്റെ കേസിൽ, നമ്മുടെ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുന്നത് സെയിം ഓർഡറിലായിരിക്കണം. ഇപ്പോൾ ഒരെണ്ണം 2 2 കൊടുത്തു, വേറൊരെണ്ണം നമ്മൾ 3 2 ആണ് കൊടുക്കുന്നതെങ്കിൽ മെട്രിക്സ് അഡീഷൻ പോസിബിൾ അല്ല. നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ഈക്വൽ ആകണമെന്നില്ല, പക്ഷേ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. രണ്ടെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ആ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതായത് നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് മറ്റേ മെട്രിക്സിൻ്റെ റോസുമായിട്ടും നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് സെക്കൻഡ് മെട്രിക്സിൻ്റെ കോളവുമായിട്ട് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളിതൊന്ന് വർക്കൗട്ട് ചെയ്യുക. അടുത്ത ദിവസം നമ്മൾ മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, താങ്ക് യു.